നമുക്ക് ആദർശിന്റെയും നയനയുടെയും നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ അനിയും നന്ദുവും കൂടെ ഒരു ഗസ്റ്റ് ഹൗസ് റൂം എടുക്കുവാണ്. നന്ദുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താകും ഏതാവുന്നൊക്കെ ഓർത്തിട്ട്. നാളെ വീട്ടിലേക്ക് തന്നെ വേണം ചെല്ലാനായിട്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നന്ദു കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഫ്രഷ് ആയിട്ട് വരുവാണ്. അനി വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്. നന്ദുവിന്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നുപോയി. തന്റെ കാര്യത്തിൽ അവന് നല്ല കെയറിങ് ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഇപ്പൊ താനും അനിയും കൂടെ ഒന്നിച്ചൊരു ഗസ്റ്റ് ഹൗസിലാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ അച്ഛന്റെ അവസ്ഥ എന്തായിരിക്കും? അതൊക്കെ നന്ദുവിന് നല്ല ചിന്തകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അനിയും കൂടെ എങ്ങോട്ടേക്ക് വന്നു. അനി വന്നിട്ട് പറഞ്ഞു, അതെ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തോ എനിക്ക് വിശക്കുന്നില്ല ഇനി, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവര് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറെ സമയം അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയിരുന്നു പൊന്മുടിയില്. അതോട് കുറെ സമയം സംസാരിച്ചിരുന്നു. ഈ സമയത്ത് അനി ചോദിച്ചു, നീ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നോ നന്ദൂന്ന് ചോദിച്ചു. എങ്ങനെ? അല്ല, നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം ഒന്നിച്ചിരിക്കുന്നു. ഏ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്റെ മനസ്സ് നിറയാൻ ടെൻഷനാന്ന് പറഞ്ഞു. ദേ വെറുതെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ലേ? എന്തിനാ? ഉള്ള സമയം നമ്മൾ എൻജോയ് ചെയ്യണ്ടേ? നിനക്കിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാ. അപ്പൊ പിന്നെ നമ്മള് ഇന്നിവിടെ കൂടുന്നു, അത്ര മാത്രം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ സമയം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുവാണ്. പിന്നീട് നന്ദു പറഞ്ഞതേ നമുക്കിനി പോയി കിടന്നുറങ്ങിയാലോ, രാവിലെ തന്നെ പോകണ്ടല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അനി പറഞ്ഞു, ശരി എങ്കിലായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അനി നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, വേണ്ട അനി എന്ന് പറഞ്ഞു. അതെ ഞാൻ ചേർത്ത് പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചേർത്ത് പിടിച്ചു ഒരു ഉമ്മ തരുന്നുള്ളതൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവില് നന്ദുവിനെ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അനി മുറിയിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. നന്ദുവിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ തന്നെ നന്ദു എഴുന്നേറ്റ് റെഡിയാവണം. പക്ഷെ അപ്പോഴും അനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അനിയെ പോയി വിളിക്കുകയാണ്. അനി എഴുന്നേക്ക്, രാവിലെ തന്നെ പോണോന്ന് ഞാൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. അതെ രാവിലെ തന്നെ പോണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇതേ ഒരെണ്ണം ഞാനങ്ങോട്ട് വെച്ച് തന്നാ ഉണ്ടല്ലോ. രാവിലെ പോവാന്ന് പറഞ്ഞിട്ടല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിച്ചു. ശരി പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവർ റെഡിയായിട്ട് പോകുന്ന സമയത്ത് സെക്യൂരിറ്റിക്കാരൻ അങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ടായിരുന്നു സാറേ ഇന്നലെ റൂമില്? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലോ? കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. ശരി. അങ്ങനെ അയാൾക്കുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരങ്ങോട്ട് പോകുമ്പോഴത്തേന് അയാൾ ഒരുമാതിരി കളിയാക്കി ഒരു ചിരി ഇരിക്കുകയാണ്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, എനിക്ക് അയാളുടെ ചിരിയൊന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല, ഒരെണ്ണം പൊട്ടിക്കാനാ തോന്നുന്നേ. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അയാള് എന്തായാലും കാണിക്കട്ടെ എന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ചെക്കനും പെണ്ണും വന്ന് റൂം എടുക്കുമ്പോ സംശയത്തോട് കൂടിയിട്ട് എല്ലാരും അവരെ ആ കണ്ണുകൊണ്ടാ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കങ്ങനെ കാണുന്ന ഇഷ്ടമില്ല, എന്നെ നോക്കുന്ന പോലും ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നന്ദു, ഇന്നത്തെ കാലം അങ്ങനെയാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടും തിരികെ പോരുവാണ്. ഈ സമയത്ത് കനയ്ക്കും കോന്നിനും വല്ലാത്തൊരു ടെൻഷനാ. നന്ദു ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിനെ അനി കൊണ്ടുവിടുവാണ്. ആ സമയം നന്ദു പറഞ്ഞു, എന്ത് പ്രശ്നമുണ്ടല്ലേ നീ എന്നെ വിളിക്കണം, വിളിച്ച് പറയാൻ മടിക്കരുത്, അറിയാലോ ഇനി നവീന്റെ കല്യാണക്കാരും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡീൽ ചെയ്യാം, നീ ധൈര്യമായിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നന്ദു വീട്ടിലേക്ക് വരുക. വീട്ടിലേക്ക് വരുമ്പം കനകയും കോന്തനോട് വഴിക്കൊണ്ടുപോകത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ കണ്ടപടി തന്നെ കനക ചാടി എഴുന്നേറ്റു. നന്ദു ഇന്നലെ നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഞാൻ നയനേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വരില്ല എന്നും പറഞ്ഞോണ്ട്. അതിന് നിനക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ എന്തായിരുന്നു നന്ദു എന്നും ഗോവിന്ദൻ ചോദിക്കുക. അത് പിന്നെ വിളിച്ചു പറഞ്ഞിട്ട് എന്താവാനാ? വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചുമ്മാ ഒരുമാതിരി അതും ഇതും വർത്താനം പറയും, എനിക്കത് കേൾക്കുമെന്ന് എന്റെ ദേഷ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തേന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, അല്ലാതെ മറ്റൊരു കാരണം കൊണ്ടൊന്നും അല്ലോ അല്ലെന്ന് ചോദിച്ചു. എന്ത് കാരണം കൊണ്ട്? അല്ല അത് പിന്നെ അതെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ആ സമയം കനക ഗോവിന്ദനോട് പറഞ്ഞു, ഗോവിന്ദേട്ടാ അവളെ ശ്രദ്ധിച്ചോ? അവള് നമുക്ക് പിടി തരാതെ പോയ പോക്കുണ്ടോന്ന് ചോദിച്ചു. അതെ ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അവളോടൊന്നും ചോദിച്ച് അവളെ ചുടിപ്പിക്കണ്ട. ഇനി എന്തേലും വഴക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ ഇന്നും ചിലപ്പം വന്നെന്ന് വരത്തില്ല, സാവകാശം നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കന പറഞ്ഞു, അതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഗോവിന്ദേട്ടാ, സംസാരിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴാണെങ്കിലും നമ്മൾ സംസാരിക്കണോന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നന്ദു പോകാൻ റെഡിയായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, നന്ദു നവീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അച്ഛൻ മെസ്സേജ് അയച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു. അല്ല നിന്റെ അഭിപ്രായം എന്താ, നിന്റെ തീരുമാനം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഇപ്പോഴെന്താളും ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല. നീ എന്താ നന്ദി പറയണേ? എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്നോർത്താ? നവീന് വീട്ടുകാരുമായിട്ട് ഒരു നല്ല ബന്ധം തന്നെ അത്. പിന്നെ നവീൻ എന്ത് സ്വഭാവ ദൂഷ്യമാണെന്നാ പറയണേ? അവൻ നല്ലൊരു ചെറുപ്പക്കാരനാ. എന്താണെങ്കിലും എനിക്ക് നിന്റെ അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കേട്ടതും നന്ദു പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ അമ്മ അച്ഛനും കൂടെ കിട്ടിയാൽ മതി, എന്നെ നോക്കണ്ടെന്ന് പറഞ്ഞു.
നീ എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കനക ദേഷ്യപ്പെടുവാണ്. നന്ദു പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ എനിക്ക് ആലോചനയൊന്നും വേണ്ടെന്ന്. നന്ദു, നിന്റെ മനസ്സ് വേറെ എന്തെങ്കിലും ഉണ്ടെ അത് കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇതുകൊണ്ടാ ഞാൻ ഈ വീട്ടിലേക്ക് വരാത്തെ. പറഞ്ഞാൽ എത്ര പറഞ്ഞാലും തലയിലേക്ക് കേറത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. ഗോവിന്ദേട്ടാ, ഇത് ശരിയാവുമെന്ന് തോന്നില്ല. ഇവളുടെ മനസ്സിൽ ഇപ്പോഴും അവൻ തന്നെയാ, ആ അനി തന്നെയാന്ന് പറഞ്ഞു. പിന്നീട് നയനയെ വിളിച്ചിട്ട് നന്ദു വന്ന കാര്യമോ നന്ദു ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ പറയണം. അമ്മേ, ഇപ്പൊ തൽക്കാലത്തേക്ക് അവളോടൊന്നും ചോദിക്കാനും പറയാനും പോകണ്ട, സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. പിന്നീടാണ് നവി ഈ കല്യാണക്കാരും അറിയണേ, നവീന്റെ നന്ദുവിന്റെ. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നവി ഓർത്തു, ഒരു കുഴിച്ചൊന്ന് മാറ്റിക്കളഞ്ഞുള്ളൂ, ഇനിയിപ്പോ ദൈവമേ ഇനി എങ്ങനെയാണെന്തോ അടുത്തത്. ഒരു വിധത്തിലാണ് അവന്തിക്ക് അനിയും തമ്മിലുള്ള വിവാഹമൊക്കെ മുടക്കിയത്. അപ്പോഴാണ്ടേ വീണ്ടും അനിയും നന്ദുവും കൂടെ തമ്മിൽ ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നവീൻ ഇടയ്ക്കിലേക്ക് കയറിയേക്കുക. എന്തെങ്കിലും ചെയ്ത് അവനെയും കൂടെ ഒന്ന് ഒഴിവാക്കണം. ഒരു കാരണവശാലും നന്ദു അനിയും കൂടെ വേറെ പിരിയാനായിട്ട് പാടില്ല, അവർ രണ്ടുപേരും ഒന്നിക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു നവിയുടെ മനസ്സിൽ. അതിനെന്ത് റിസ്ക് എടുത്താലും ശരി, അത് നടക്കാൻ പാടില്ല. അതായത് നവീനും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അഭി വന്നിട്ട് നവിയോട് പറഞ്ഞു, വെറുതെ അല്ല നവീൻ അന്ന് അവന്തികയുടെ വിവാഹാലോചന വന്നു കഴിഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞേ. അവന്റെ മനസ്സിൽ നന്ദുവായിരുന്നു. പക്ഷേ ഈ ബന്ധം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നവിയെന്ന് പറഞ്ഞു. അതെന്താ? അതിന് നിന്റെ അനുജത്തെയും കൂടെ സമ്മതിക്കണ്ടേ? അവളുടെ മനസ്സിൽ മിക്കവാറും അനിയായിരിക്കും. കണ്ടോ, ഈ വിവാഹം നടന്നില്ല, ഒരു കാര്യം തീരുമാനിച്ചാൽ മതി, അനിയായിരിക്കും അവളുടെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി നിൽക്കണേന്ന്. അപ്പോഴേക്കും നബി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അബി. എന്താണെങ്കിലും ശരി, ഞാൻ അവളുടെ കാര്യത്തിലൊന്നും കൂടുതലായിട്ടൊന്നും ഇടപെടാൻ പോകുന്നില്ല. അല്ലെങ്കിലും എനിക്ക് അവളുടെ പേര് കേൾക്കുന്നതിനെ ഇഷ്ടമില്ല. കാര്യം പറഞ്ഞ എൻ്റെ അനുജത്തിയൊക്കെ തന്നെയാ. പക്ഷെ എനിക്ക് അവളോട് ഒരു താല്പര്യം ഇല്ലെന്ന് അറിയാലോ. അവൾ കല്യാണം കഴിക്കുവോ കഴിക്കാതിരിക്കുവോ എന്ത് വെള്ളം ആയിക്കോട്ടെ എന്നൊക്കെ ഒരു ഒഴുക്കും മട്ടി പറയാണ്. പിന്നീട് അനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് അനിയോട് അനിയെ പോയി ചോദ്യം ചെയ്തിട്ടുണ്ട്, നീ ഇന്നലെ രാത്രിയിൽ എവിടെയായിരുന്നടാ, നിന്നെ എത്ര വട്ടം വിളിച്ചു, നീ കോൾ എടുക്കാത്ത എന്താന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ ഞാനേ കുറച്ച് തിരക്കിലായി പോയെന്ന് പറഞ്ഞു. തിരക്കിലോ? എന്ത് തിരക്കില? അതെ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. ഏത് ഫ്രണ്ടിന്റെ? അതെല്ലാ ഫ്രണ്ട്സിനെ ആദർശാണ് അറിയാവുന്ന ചോദിച്ചു. അതും പറഞ്ഞിട്ട് അനിയും കൂടെ കയറിപ്പോയി. അപ്പോഴേ ആദർശിന് മനസ്സിലായി, ഇത് നന്ദു അനിയും കൂടെ ഒരുമിച്ചായിരുന്നു തോന്നേ. അതുകൊണ്ട് അതവന് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അവനിങ്ങനെ കള്ളത്തരങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നതെന്ന്. ഈ സമയത്ത് അഭിയെ നാഗേന്ദ്രൻ വിളിച്ചു. അങ്ങനെ നാഗേന്ദ്രനെ കാണാനായിട്ട് അഭി ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നാഗേന്ദ്രൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ അവന്തികയുടെ അനിയുടെ വിവാഹം നടക്കണം. അതിന് വേണ്ടിയിട്ട് അനാമയായിട്ടുള്ള ഡിവോഴ്സ് നടക്കണം അനിയുടെ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, അല്ലച്ചാ അത് പിന്നെ അവർക്ക് പണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവരിയ്ക്കുന്നത്, അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അതെത്രയാണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കാം. ഒരു കാര്യം ചെയ്യുക, നീ അവരെ പോയി കണ്ടൊന്ന് സംസാരിക്കുക. ഇനി അതിങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അഭി ഒടുവിൽ അനാമിയെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് മൂർത്തി മുത്തശ്ശന്റെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പോൾ അടുത്ത മാസം അനിയുടെ കേസ് കോടതി വിളിക്കുമല്ലോ, ആ സമയത്ത് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നീക്കാൻ നവീനെ വിളിച്ചിട്ട് പറയണം. അവന്തിക മോളുടെ സങ്കടം കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവന്തിക ഭയങ്കര ആക്ടിങ് കാര്യങ്ങളൊക്കെയാണ്. കല്യാണം മുടങ്ങിയത് തനിക്ക് നല്ല വിഷമമുണ്ടെന്നുള്ള രീതിയിലാണ് അവിടെ പെരുമാറുന്നത്. അപ്പൊ ആ സങ്കടം ഇല്ലാതാക്കണമെങ്കിൽ ഡിവോഴ്സ് നടന്ന് അവരുടെ വിവാഹം നടന്നു കഴിഞ്ഞാലോ അവളുടെ സങ്കടം മാറുവോളൂ എന്നൊക്കെ പറഞ്ഞു. മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല വസുന്ധരെ, പക്ഷെ നിനക്കറിയാലോ അനി പറഞ്ഞത് കേട്ടില്ലേ, അവന്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു തന്നെയാണ്. ഇനി നമ്മൾ ഈ ഡിവോഴ്സ് എല്ലാം നടത്തിയതിന് ശേഷം അവന്തികമായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെതിര് പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടുകഴിഞ്ഞപ്പം മുത്തശ്ശിക്കും ഭയങ്കര വിഷമമായി. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ? അവന്തിക മോൾക്ക് നമ്മൾ പ്രതീക്ഷ കൊടുത്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എന്താണെങ്കിലും ഇത്രയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.